സംസ്ഥാന സർക്കാരിന് നേരെയും മുഖ്യമന്ത്രിക്ക് നേരെയും പാർട്ടിക്ക് നേരെയുമുള്ള ചോദ്യം അവസാനിക്കുന്നേയില്ല. മുൻകൂറായി നൽകിയ കോടികൾ കണക്കില്ലാതെ കിടന്നത് 6 വർഷം. ഈ നിയമസഭ എന്താണ് കേരളത്തിൽ സംഭവിക്കുന്നത്? കരാറുകാരായ ഊരാളുങ്കൽ കണക്ക് നൽകാതെ കൈവശം വെച്ചത് 10 കോടിയോളം. പദ്ധതി പൂർണ്ണമായും നടപ്പാക്കിയിട്ടില്ലെന്ന വിവരാവകാശ രേഖ. പ്രമുഖ മാധ്യമങ്ങൾ വിവരാവകാശ രേഖ പുറത്തുവിട്ട ചർച്ചകൾക്ക് തുടക്കമിട്ടുകൊണ്ട് രംഗത്ത് വന്നതോടെ വീണ്ടും പിണറായി സർക്കാരിന് ചോദ്യശരങ്ങൾ. നിയമസഭയെ ഡിജിറ്റൽ വൽക്കരിക്കാനുള്ള പദ്ധതി അനിശ്ചിതമായി നീളുമ്പോൾ ഖജനാവിലെ കോടികൾ കണക്കില്ലാതെ കൈമറിഞ്ഞത് ഒന്നും രണ്ടുമല്ല, 6 വർഷം. ഈ നിയമസഭാ പദ്ധതി നടപ്പാക്കാൻ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് 2019 നൽകിയ കരാറിന്റെ ഭാഗമായ 9.5 കോടിയോളം രൂപയാണ് ഇത്രയും കാലം കണക്ക് നൽകാതെ കൈവശം വെച്ചത്. പദ്ധതി ആരംഭിക്കുന്നതിന് മുൻപ് 2019 ജൂൺ 13 മൊബിലൈസേഷൻ അഡ്വാൻസ് എന്ന പേരിൽ നൽകിയ തുകയാണിത്. കരാർ ഏറ്റെടുത്ത സ്ഥാപനത്തിന് മുൻകൂറായി പണം നൽകിയാൽ ഇത് പിടിച്ച ശേഷമുള്ള തുകയാണ് തുടർഘട്ടങ്ങളിൽ അനുവദിക്കുക. എന്നാൽ ഊരാളുങ്കലിന്റെ കാര്യത്തിൽ അതിൽ വീഴ്ചയുണ്ടായി. ക്രമക്കേട് ശ്രദ്ധയിൽപ്പെട്ടതിന് പിന്നാലെ അതുവരെ നൽകിയ ഇൻവോയ്സ് ഹാജരാക്കാൻ ഊരാളുങ്കലിനോട് ആവശ്യപ്പെട്ടു. കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ള ഹാർഡ്വെയറുകൾ സ്ഥാപിക്കാൻ 29 കോടി ഊരാളുങ്കലിന് കൈമാറിയതിന്റെ രേഖകൾ നിയമസഭാ ഉദ്യോഗസ്ഥർ ഹാജരാക്കിയിരുന്നെങ്കിലും ഇതിൽ 19 കോടി ഇൻവോയ്സ് മാത്രമാണ് ഊരാളുങ്കലിന് ഹാജരാക്കാനായത്. ഇതോടെയാണ് 9.5 കോടിയോളം കണക്കില്ലാതെ കൈമറിഞ്ഞതിന് ഔദ്യോഗിക സ്ഥിരീകരണമായത്. ഇൻവോയ്സ് ഉടൻ ഹാജരാക്കാൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞ ഏപ്രിലിൽ ഊരാളുങ്കൽ ചെയർമാന് നിയമസഭയിൽ നിന്നും നോട്ടീസ് നൽകി. മെയ് 9 ഊരാളുങ്കൽ ഇൻവോയ്സ് നൽകിയെങ്കിലും പണം ചെലവിട്ടതിന്റെ വിശദാംശങ്ങൾ ഇതിലില്ല എന്ന ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. CPMനുള്ള ചോദ്യങ്ങൾ അവിടം കൊണ്ടും അവസാനിച്ചിട്ടില്ല. GS പറഞ്ഞ കൊടിസുനിയും കൂട്ടാളികളും മദ്യപാനം പോലീസ് ഒത്താശയോടെയാണെന്ന് തെളിഞ്ഞു എന്ന റിപ്പോർട്ടുകളുമായി മാധ്യമങ്ങൾ വീഡിയോയും പുറത്തുവിട്ടുകൊണ്ട് ചർച്ചകൾക്ക് തുടക്കമിട്ട് പ്രമുഖ മാധ്യമങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട്. പോലീസ് ഒത്താശയോടെ TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾ മദ്യപിക്കുന്ന ദൃശ്യങ്ങൾ പ്രമുഖ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ്. കൊടിസുനി, മുഹമ്മദ് ഷാഫി, ഷിനോജ് എന്നിവർ ചേർന്ന സുഹൃത്തുക്കൾക്കൊപ്പം മദ്യപിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവിട്ടത്. ജൂലൈ 17 മാഹി ഇരട്ടക്കൊലപാതക കേസിലെ വിചാരണയ്ക്കായി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും തലശ്ശേരി അഡീഷണൽ ജില്ലാ കോടതിയിൽ എത്തിച്ചതിന് ശേഷമായിരുന്നു സംഭവം. ഉച്ചയ്ക്ക് ഭക്ഷണം വാങ്ങി നൽകാനെന്ന പേരിൽ തലശ്ശേരിയിലെ ബാറിന്റെ പാർക്കിംഗിൽ എത്തിച്ചായിരുന്നു മദ്യപാനത്തിനായി പോലീസ് സഹായം പ്രതികൾക്ക് ലഭിച്ചത്. ജയിലിൽ നിന്നും കൊണ്ടുവരുന്ന കൊലപാതക കേസ് പ്രതികളുടെ അടുത്ത് പോലീസുകാർ ഉണ്ടാകണമെന്ന ചട്ടം കാറ്റിൽ പറത്തിയായിരുന്നു മദ്യപാനം. പോലീസുകാരൻ പ്രതികളുടെ സമീപത്തില്ലെന്നും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. സംഭവത്തിൽ AR ക്യാമ്പിലെ 3 പോലീസുകാരെ കണ്ണൂർ ജില്ലാ പോലീസ് മേധാവി സസ്പെൻഡ് ചെയ്തിരുന്നു. ഇതിനിടെ CPM നയം മാറ്റുകയാണ്, പിണറായി വിജയന് 3ാം ഊഴം ഭരണ തുടർച്ചയ്ക്കോ എന്നീ ചോദ്യങ്ങളും മാധ്യമങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 23 പേർ ടേം വ്യവസ്ഥ കാരണം മാറുകയായിരുന്നു. മാറുമായിരുന്നു. വി ജോയ്, വീണ ജോർജ് എന്നിവർക്ക് ഇളവ് ലഭിക്കാൻ സാധ്യതയുണ്ട്. KK ശൈലജ, AN ഷംസീർ എന്നിവരുടെ കാര്യത്തിൽ വ്യക്തതയില്ല. കൂടുതൽ സീറ്റുകൾ നേടാൻ സഹായകമാകുന്ന ഈ നയം പാർട്ടി ചർച്ച ചെയ്യും. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണ തുടർച്ച ലക്ഷ്യമിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ചില നേതാക്കൾക്ക് 2 ടേം വ്യവസ്ഥയിൽ ഇളവ് നൽകാൻ CPMൽ ആലോചന. നിലവിലെ MLAമാരെ മാറ്റുന്നത് തിരിച്ചടിയാകുമെന്ന് പാർട്ടി വിലയിരുത്തുന്ന മണ്ഡലങ്ങളിലാണ് ഈ ഇളവ് പരിഗണിക്കുന്നത്. അതേസമയം മോശം പ്രകടനം കാഴ്ചവെക്കുന്നവരെ 2 ടൈം പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ പോലും മാറ്റാനും സാധ്യതയുണ്ട്. നേരത്തെ സംഘടനാ ചുമതലയിൽ 75 വയസ്സ് പ്രായപരിധി, ഒപ്പം നിയമസഭയിൽ 2 ടൈം പൂർത്തിയാക്കിയവരെ മാറ്റി പുതുമുഖങ്ങളെ കൊണ്ടുവരിക തുടങ്ങിയ നയങ്ങൾ CPM സ്വീകരിച്ചിരുന്നു. എന്നാൽ തുടർച്ചയായി 3ാം തവണയും അധികാരം നിലനിർത്താൻ ലക്ഷ്യമിടുന്ന സാഹചര്യത്തിൽ മണ്ഡലങ്ങളിൽ 2 ടൈം വ്യവസ്ഥയിലുള്ള കർശന നിലപാട് മാറ്റിവെക്കാനാണ് പാർട്ടി നീക്കം. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പാർട്ടി ചിഹ്നത്തിൽ 60 പേരാണ് നിയമസഭയിലെത്തിയത്. ഇതിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ 23 പേർ തുടർച്ചയായി 2 തവണ വിജയിച്ചവരാണ്. ടേം വ്യവസ്ഥ കർശനമായി നടപ്പാക്കിയിരുന്നുവെങ്കിൽ ഈ 23 പേരും മാറേണ്ടി വരുമായിരുന്നു. പ്രായപരിധിയിലെ ഇളവ് പോലെ 2 ടൈം വ്യവസ്ഥയിലും മുഖ്യമന്ത്രി പിണറായി വിജയന് ഇളവ് ലഭിക്കുമെന്ന് ഉറപ്പാണ്. വീണ ജോർജ് ഉൾപ്പെടെ 2 ടൈം പൂർത്തിയാക്കിയവരെ മാറ്റേണ്ടതില്ലെന്നും ആലോചനയുണ്ട്. മാനന്തവാടിയിൽ OR കേളു, കോതമംഗലത്ത് ആന്റണി ജോൺ, ഇരവിപുരത്ത് M നൌഷാദ്, വർക്കലയിൽ വി ജോയ്, വാമനപുരത്ത് ഡി കെ മുരളി, കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രൻ, കാട്ടാക്കടയിൽ IB സതീഷ് എന്നിവർക്കെല്ലാം ഇളവ് ലഭിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ KK ശൈലജ, AN ഷംസീർ എന്നിവരെ പോലെയുള്ള പാർട്ടി കോട്ടകളിൽ നിന്നും വിജയിച്ചവരെ വീണ്ടും പരിഗണിക്കുമോ എന്ന് വ്യക്തമല്ല. ഉടുമ്പൻചോലയിൽ നിന്ന് MM മണി മാറും. LDF കൺവീനർ TP രാമകൃഷ്ണൻ, U പ്രതിഭ, M മുകേഷ് എന്നിവർക്ക് ഇളവ് ലഭിക്കാൻ സാധ്യതയില്ല. EP ജയരാജൻ, AK ബാലൻ, തോമസ് ഐസക്, G സുധാകരൻ തുടങ്ങിയ നിരവധി മുതിർന്ന നേതാക്കൾക്ക് ടേം നിബന്ധന കാരണം കഴിഞ്ഞ തവണ മത്സര രംഗത്ത് നിന്നും വിട്ടു നിൽക്കേണ്ടി വന്നിരുന്നു. മന്ത്രിസഭയിൽ പുതുമുഖങ്ങളെ എത്തിച്ചതിലൂടെ ലഭിച്ച അംഗീകാരം 2ാം പിണറായി സർക്കാരിന് അതേപടി നിലനിർത്താൻ കഴിഞ്ഞു എന്ന ചർച്ചകൾ സജീവമാണ്. ഇതിനിടെയാണ് പരമാവധി സീറ്റുകൾ നേടാൻ സഹായകമാകുന്ന ഈ പുതിയ നയപരമായ മാറ്റം.
വിവാഹ ബ്രോക്കർമാരെ സംഘടിപ്പിച്ച് ശക്തരാക്കാൻ സംഘടനയുമായി CITU എന്ന വാർത്തകളുമുണ്ട്. വിവാഹ ബ്രോക്കർമാരെ സംഘടിപ്പിച്ച് CITU ശക്തരാക്കാൻ രംഗത്തിറങ്ങുകയാണ്. ഷോപ്സ് ആൻഡ് കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് യൂണിയന് കീഴിൽ സംസ്ഥാന വ്യാപകമായി വിവാഹ ബ്രോക്കർമാർക്കായി സംഘടന തുടങ്ങി. ഓൾ കേരള മാരേജ് ബ്യൂറോ കൂട്ടായ്മ എന്ന നിലയിൽ ജില്ലാ കമ്മിറ്റികളും രൂപവൽക്കരിച്ചു. സംഘടനയുടെ പേരിൽ മാരേജ് ബ്യൂറോ എന്ന് പറയുന്നുണ്ടെങ്കിലും നാട്ടിൻപുറങ്ങളിലെ വിവാഹ ദല്ലാളുമാരെയാണ് CITU പ്രധാനമായും ലക്ഷ്യമിടുന്നത്. വിവാഹം നടത്തിയ ശേഷം കബളിപ്പിക്കപ്പെടുന്ന വലിയൊരു വിഭാഗം നാട്ടിലുണ്ടെന്നും ഇവരെ ചൂഷണത്തിൽ നിന്നും മോചിപ്പിക്കുകയാണ് ലക്ഷ്യമെന്നും CITU നേതാക്കൾ പറയുന്നു. ക്ഷേമനിധി ആനുകൂല്യങ്ങൾ ഉറപ്പാക്കുകയും ലക്ഷ്യമായി പറയുന്നുണ്ട്. 2009 CITU ഈ സംഘടന രജിസ്റ്റർ ചെയ്തെങ്കിലും പ്രവർത്തനം തുടങ്ങിയിരുന്നില്ല. 3 തെക്കൻ ജില്ലകളിൽ നിന്ന് മാത്രമായി 351 പേർ ഇതുവരെ അംഗത്വം എടുത്തിട്ടുണ്ട്. വിവാഹ ദല്ലാളുമാരിൽ നിന്നും പൊതുജനങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളിലും സംഘടന ഇടപെടും. അംഗത്വം എടുക്കുന്നതോടെ വിവാഹോലോചന സംബന്ധിച്ച് വധുവരന്മാരുടെ വീട്ടുകാരുമായി ദല്ലാളുമാർ എഴുതി തയ്യാറാക്കിയ കരാർ തന്നെ ഉണ്ടാക്കും. ചൂഷണവും തട്ടിപ്പുകളും തടയാൻ ഇത് സഹായകമാകുമെന്നാണ് സംഘടനയുടെ അഭിപ്രായം. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ കൂട്ടായ്മയ്ക്ക് ജില്ലാ ഘടകങ്ങളായിട്ടുണ്ട്. ഉടൻ തന്നെ 14 ജില്ലകളിലും സംഘടന രൂപവത്കരിക്കുമെന്ന് സംസ്ഥാന കോർഡിനേറ്റർ പറഞ്ഞു. കർക്കിടക വാവ് ദിനത്തിൽ ബലിതർപ്പണം അട്ടിമറിച്ചു തിരുമുല്ലവാരം ക്ഷേത്രമെന്ന ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഇന്നലെ ദേവസ്വം ബോർഡിന്റെ മറവിൽ CPMന്റെ രഹസ്യയോഗം ചേർന്നുവെന്നാണ് ചില പ്രമുഖ മാധ്യമങ്ങളുടെ വിമർശനം. യോഗത്തിന് ശേഷം പാർട്ടി ചാനലിൽ ഹിന്ദു സംഘടനകളെ കുറ്റപ്പെടുത്തിയും ദേവസ്വം ബോർഡിനെ ന്യായീകരിച്ചും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പ്രതികരണം നൽകി. പാർട്ടി സംവിധാനം വിനിയോഗിച്ച് ബലിതർപ്പണം അട്ടിമറിച്ച ബോർഡ് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാനായിരുന്നു യോഗത്തിൽ ധാരണയെന്നാണ് വിമർശനം. രാവിലെ ക്ഷേത്രത്തിലെത്തിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് CPM ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള പാർട്ടി നേതാക്കളെയും പ്രവർത്തകരെയും പങ്കെടുപ്പിച്ച് യോഗം നടത്തി. CPM ജില്ലാ സെക്രട്ടറി, ഏരിയ സെക്രട്ടറി, ലോക്കൽ സെക്രട്ടറി, ബ്രാഞ്ച് സെക്രട്ടറിമാർ, മുൻ മേയർ, കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ, മറ്റ് കൗൺസിലർമാർ തുടങ്ങി താഴെത്തട്ടിലുള്ള പാർട്ടി മെമ്പർമാരെ വരെ വിളിച്ചു വരുത്തിയായിരുന്നു ചർച്ച. പാർട്ടിക്കാരുടെ രഹസ്യയോഗം ക്ഷേത്ര സപ്താഹ പന്തലിൽ നടത്തിയിട്ട് ഉപദേശക സമിതിയും ജനപ്രതിനിധികളും സാമൂഹ്യ പ്രവർത്തകരുമായി ചർച്ച നടത്തിയെന്ന് പാർട്ടി ചാനലിന് അഭിമുഖം നൽകി. തെറ്റിദ്ധാരണ പരത്തിയതിനെതിരെ നാട്ടുകാർ ശക്തമായ പ്രതിഷേധം ഉയർത്തുന്നുവെന്നാണ് മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. കർക്കിടക വാവിന് ദേവസ്വം ബോർഡിന്റെ പിടിപ്പുകേടും കെടുകാര്യസ്ഥതയും കാരണം ആയിരക്കണക്കിന് ഭക്തരാണ് ബലികർമ്മം ചെയ്യാതെ തിരികെ പോയത്. ആയിരങ്ങൾ മണിക്കൂറുകൾ മഴ നനഞ്ഞ് പന്തലിൽ എത്തിയപ്പോൾ ബലിസാധനങ്ങൾ പലതും കിട്ടിയില്ല. ബലിച്ചോറ് പോലും ഇല്ലായിരുന്നു. ചോദിച്ചപ്പോൾ അടുത്ത ഇലയിൽ നിന്നും എടുത്തുകൊള്ളാനായിരുന്നു നിർദ്ദേശം. മറ്റു പലർക്കും ഒരു ഇലയിൽ അല്പം ചോറും ഒരു ദർഭ പുല്ലും വെള്ളവും മാത്രമായിരുന്നു എന്നായിരുന്നു വിമർശനം.